ഭരണകക്ഷിയായ ബി ജെ പിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമെന്ന് പറയാം. ഭരണഘടനയടക്കം തിരുത്തി ഹിന്ദുരാഷ്ട്രം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഈ ഒരു വിജയമാണ് ബി ജെ പിക്ക് ആവശ്യം. അതേസമയം ബി ജെ പിയുടെ കയ്യിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ അന്തസ്സത്തെ കാത്ത് സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യം കോൺഗ്രസിന് മുന്നിലുമുണ്ട്. പ്രചരണത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമടക്കം ഈ സൂക്ഷ്മത ഇരുപക്ഷവും പാലിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ സ്ഥിതിഗതികൾ ദിനംപ്രതി മാറിമറിയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ നേടിയാണ് ബി ജെ പി ചരിത്ര വിജയം നേടിയത്. എന്നാൽ ബി ജെ പി ടിക്കറ്റിൽ കഴിഞ്ഞ തവണ വിജയിച്ച പലരും ഇത്തവണ ജനവിധി തേടുന്നില്ല. പല ഘടകങ്ങൾ പരിഗണിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം വോട്ടുകളുടെ ശരാശരി വിജയ മാർജിനാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. 2019 വിജയം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച 167 പേർ ഇത്തവണയും അതേ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. 5 പേരെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. 112 എം പിമാർക്കാണ് ബി ജെ പി ടിക്കറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൻ്റെ ഭാഗമായി 12 എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2 ഇടങ്ങളിൽ എം പിമാരുടെ മരണത്തെ തുടർന്നും പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റുകളിൽ 3 എണ്ണമാണ് സഖ്യകക്ഷികൾക്ക് നൽകിയത്. ബീഹാറിലെ ഷോഹർ, കർണാടകയിലെ കോലാർ, ഉത്തർപ്രദേശിലെ ബാഗ്പത് എന്നീ സീറ്റുകളാണ് യഥാക്രമം ജനതാദൾ യുണൈറ്റഡ്, ജനതാദൾ സെക്യുലർ, രാഷ്ട്രീയ ലോക്ദൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ അയച്ചതും. ചെറിയ മാർജിനുകളിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കാണ് മിക്കവാറും സീറ്റുകൾ നിഷേധിച്ചിട്ടുള്ളത്. 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താഴെ വിജയിച്ച 48% എം പിമാരെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ളത്. വിജയ സാധ്യത വർദ്ധിപ്പിക്കാനായി കൂടുതൽ മത്സര സാധ്യതയുള്ള അല്ലെങ്കിൽ അനിശ്ചിതത്വമുള്ള സീറ്റുകളിൽ പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തത്. 2019 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളിലെ എം പിമാരിൽ 61% പേരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ വിജയ മാർജിൻ മാത്രമല്ല ബി ജെ പിയുടെ പരിഗണനയിൽ ഉള്ളത് എന്നും കാണാം. 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ച് 47% പേർക്ക് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മറ്റു ചില ഘടകങ്ങൾ കൂടി ഇവിടെ ബി ജെ പി പരിഗണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. സ്ഥാനാർത്ഥി പ്രകടനം, പൊതുമധ്യത്തിലെ മതിപ്പ്, ഭരണവിരുദ്ധ വികാരം, ജാതി തുടങ്ങിയവയാണ് ഈ ഘടകങ്ങൾ. 2019 2,35,000 പരം ഭൂരിപക്ഷത്തിൽ വിജയിച്ച 112 സ്ഥാനാർത്ഥികൾക്കും ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം വീണ്ടും അവസരം ലഭിച്ച 167 സ്ഥാനാർത്ഥികൾ 2,35,000 പരം വോട്ടുകൾ നേടി വിജയിച്ചതാണ്. ഘടകങ്ങൾ പലതും ഇവിടെ ബാധകമാവുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ തന്ത്രങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കും.